ഏവർക്കും നമസ്കാരം. പഞ്ഞമാസമായ കള്ളക്കർക്കിടകം, അതിൻ്റെ ദാരിദ്ര്യവും ദുരിതങ്ങളും അകലാൻ ആചാര്യന്മാർ അനുശാസിക്കുന്ന ഏറ്റവും മഹത്തായ മാർഗമാണ് രാമായണ പാരായണം. 100 കോടി ശ്ലോകങ്ങൾ ചേർത്ത് ആദ്യമായി രാമായണം എഴുതിയത് ബ്രഹ്മദേവനാണെന്ന് അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ പറയപ്പെടുന്നുണ്ട്. ഭൂമിയിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പാകത്തിൽ ഇതിനെ ലളിതമായി രാമകഥ ആദ്യ കാവ്യമായി എഴുതി തീർത്തത് വാൽമീകിയാണ്. ഈ ലോകത്തിൽ ധൈര്യം, വീര്യം, ശ്രമം, സൗന്ദര്യം, പ്രൗഢി, സത്യനിഷ്ഠ, ക്ഷമ, ശീലഗുണം, അജയ്യത എന്നീ ഗുണങ്ങളടങ്ങിയ ഏതെങ്കിലും മനുഷ്യനുണ്ടോ എന്ന തൻ്റെ സംശയം വാൽമീകി നാരദ മഹർഷിയുമായി പങ്കുവെക്കുകയും അതിനുത്തരമായി എല്ലാ ഗുണങ്ങളും ഒരു മനുഷ്യനിൽ സമ്മേളിക്കുക എന്നത് അസംഭവ്യമെങ്കിലും ഏറെക്കുറെ ഇവയെല്ലാം ഒത്തുചേർന്ന മനുഷ്യൻ ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത മകൻ രാമനാണെന്ന് നാരദൻ വിശദീകരിക്കുകയും ചെയ്തു. തുടർന്ന് രാമകഥ മുഴുവൻ നാരദനിൽ നിന്നും മനസ്സിലാക്കിയ വാൽമീകി ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഉത്തരകാന്ഡം എന്നിങ്ങനെ 7 കാണ്ഡങ്ങളിലായി 24,000 ശ്ലോകങ്ങളിൽ രാമായണം കാവ്യരൂപത്തിൽ എഴുതി തീർത്തു. ധർമ്മസംരക്ഷണം സന്ദേശമാക്കി ശരിയായ ജീവിതമാർഗം തെളിയിക്കുന്ന ഈ കാവ്യത്തെ പൂർണ്ണഭാവത്തോടെ ഏറ്റവും ഹൃദ്യമായി ഭക്തിയുക്തമായി നമുക്ക് വിചാരം ചെയ്യാം. ആധ്യാത്മിക ചിന്തയുടെ ഈ യാത്രയിൽ ദിവ്യസ്മൃതി എന്ന ഈ ചാനലിലൂടെ ഇനിയുള്ള കർക്കിടക സന്ധ്യകൾ നമുക്കൊരുമിച്ച് സഞ്ചരിക്കാം. നമസ്കാരം.